ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് മാർച്ച് 27 വിശുദ്ധ നോമ്പിൻ്റെ 26-ാം ദിവസം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് അടിസ്ഥാനം. ജീവിപ്പിക്കുന്ന വചനം എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. ദൈവത്തിൻ്റെ വചനം ജീവനും ശക്തിയും നിറഞ്ഞതാണ്. ലൂക്കോസ് 8-ന്റെ 50 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ യേശു മരിച്ചുപോയ ഒരു പെൺകുട്ടിയെ ജീവിപ്പിക്കുന്നതായി കാണാം. അവൻ പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. ഈ വാക്കുകൾ ജീവൻ്റെ ശക്തി നിറഞ്ഞവയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലെ മരണ സാഹചര്യങ്ങളെ പോലും മാറ്റിമറിച്ച് ജീവനാൽ നിറയ്ക്കും. യായിറോസിൻ്റെ കുടുംബം നിരാശയിലായിരുന്നു, പക്ഷേ യേശു അവരുടെ ആശയെ പുനഃസ്ഥാപിച്ചു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലെ നിരാശകളെ ആശയാക്കി മാറ്റുന്നു. അവൻ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്തവനാണ്. ദൈവത്തിൻ്റെ വാക്കിനെ നാം തള്ളിക്കളയാതിരിക്കേണ്ടത് പ്രധാനമാണ്. അവൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളെ മറികടന്ന് നിലനിൽക്കുന്നു. ഇവിടെ ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസത്തിൻ്റെ ശക്തി. തൻ്റെ മകൾക്ക് ഉണ്ടായ സംഭവത്തിൽ യായിറോസ് വിശ്വാസം കാണിച്ചു. യേശുവിനെ വിശ്വസിച്ച അവൻ തൻ്റെ ഭയവും നിരാശയും മറികടന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവത്തിൽ വിശ്വാസം വയ്ക്കുന്നത് പ്രധാനമാണ്. ഇവിടെ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം, കാരണം അവൻ്റെ വചനം ജീവനും ശക്തിയും നിറഞ്ഞതാണ്. പെൺകുട്ടി മരിച്ചുപോയി എന്ന വാർത്ത കേട്ടപ്പോൾ യേശു തൻ്റെ സമയത്തിൽ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അവൻ്റെ ആലോചനകൾ നമുക്ക് മനസ്സിലാകാത്തതാകാം, പക്ഷേ അവൻ എല്ലാം നല്ലതിനായി പ്രവർത്തിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നിരാശയും ഭയവും ആശയ്ക്ക് വഴിമാറുന്നു. രണ്ടാമതായി, ജീവൻ്റെ സൃഷ്ടാവായ ദൈവം. യേശു പെൺകുട്ടിയെ ജീവിപ്പിച്ചപ്പോൾ അവൻ മരണത്തെ തോൽപ്പിച്ചു. ഇത് അവൻ ജീവൻ്റെ സൃഷ്ടാവും മരണത്തിനു മീതെയുള്ളവനുമാണെന്ന് തെളിയിക്കുന്നു. ദൈവം നമ്മോട് അനുകമ്പയുള്ളവനാണ്. നമ്മുടെ കഷ്ടപ്പാടുകളെ അവൻ മനസ്സിലാക്കുന്നു. യാക്കോബ് 1:12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നമ്മെ പരീക്ഷിക്കുന്നില്ലെന്നും നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളാണ് പരീക്ഷകൾക്ക് കാരണമാകുന്നതെന്നും പറയുന്നു. എന്നാൽ ദൈവം നല്ലതു മാത്രം നൽകുന്നവനാണ്. അവൻ്റെ വചനം നമ്മെ പുനർജനിപ്പിച്ച് സത്യത്തിൻ്റെ വാളായി മാറ്റുന്നു. ഈ വചനം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ജീവൻ്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി, ദൈവത്തിൻ്റെ കരുണ. യേശു പെൺകുട്ടിയെ ജീവിപ്പിച്ചത് അവൻ്റെ കരുണയുടെ പ്രകടനമാണ്. ദൈവം നമ്മോട് കരുണയുള്ളവനാണ്, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനാണ്. അവൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തെ പിടിച്ചു നിൽക്കുക. വിശ്വാസത്തോടെ അതിനെ സ്വീകരിക്കുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും, തീർച്ച. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ വചനം ജീവൻ്റെ ശക്തിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വചനം മരണത്തെപ്പോലും ജീവനാക്കി മാറ്റുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. നിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തക്കവണ്ണം ശക്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ നിരാശകളെയും ഭയങ്ങളെയും നീ ആശയാക്കി മാറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യായിറോസിന് നീ നൽകിയ വിശ്വാസം പോലെ ഞങ്ങളിലും വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എല്ലാ പ്രതിസന്ധികളിലും അവൻ്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ അറിയുന്നു. എല്ലാ സാഹചര്യങ്ങളിലും നിന്നോട് വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.